കേരള ലോട്ടറിയുടെ വ്യാജ ടിക്കറ്റുകൾ ഓൺലൈനായി വിറ്റഴിക്കുന്ന ലോട്ടറി മാഫിയ തന്നെയാണ് സംസ്ഥാനത്ത് നിരോധനമുള്ള അന്യസംസ്ഥാന ലോട്ടറിയും വിറ്റഴിക്കുന്നത് ഇതുപോലുള്ള നിരവധി ആപ്പുകളിലൂടെ. ഓണം ബമ്പറടക്കം കേരള ഭാഗ്യക്കുറിയുടെ വ്യാജ ടിക്കറ്റുകൾ ലോട്ടറി മാഫിയ ആപ്പുകളിലൂടെ വിൽക്കുന്നത് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നതോടെ സർക്കാർ ഉണർന്നു. ആപ്പുകൾ പൂട്ടിക്കും, വ്യാജന്മാരെ തടയാൻ നിയമനിർമ്മാണം നടത്തും. വളരെ സുരക്ഷിതമായിട്ട് നടത്തുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കാൻ ലോട്ടറി ഡയറക്ടർക്കും വകുപ്പിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. സ്ട്രിക്റ്റായ പോലീസ് അന്വേഷണവും നടപടിക്രമങ്ങളും ഉണ്ടാവാനുള്ള നടപടിയെടുക്കും. അതിനൊപ്പം വ്യാജ ലോട്ടറിയും ഇതുപോലുള്ള തെറ്റായ പ്രവണതകൾ സംബന്ധിച്ച് നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. നിയമനിർമ്മാണം മികച്ച നടപടിയാണ്. എന്നാൽ അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങിയിട്ട് ഉറക്കം തുടർന്നാൽ തട്ടിപ്പുകാർ പുതിയ രൂപത്തിലെത്തും. കാരണം പേപ്പർ ലോട്ടറി നടത്തിപ്പിലെ തെറ്റായ പ്രവണതകളാണ് ഓൺലൈൻ കച്ചവടത്തിന്റെ വളം. പകലന്തിയോളം തെരുവിലലഞ്ഞ് ലോട്ടറി വിൽക്കുന്നവർ പറയുന്നത് നമ്മുടെ അധികാരികൾ കേൾക്കണം. പ്രൈസ് വലിയ രീതിയിലൊന്നും വരുന്നില്ല. 5000-ൻ്റെ ഒക്കെ പ്രൈസ് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കച്ചവടത്തിനെ ബാധിച്ചിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ നടത്തക്കൂലി കിട്ടുന്നില്ല. ഐസൊക്കെ വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഇപ്പം ഞാനൊരു ഇടതുപക്ഷക്കാരനൊക്കെ ആണ്. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിത പ്രശ്നം വരുമ്പോൾ നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. തമിഴ്നാടിൽ കേരള ലോട്ടറിയുടെ വിൽപ്പനയില്ല. കേരള തമിഴ്നാട് അതിർത്തിയായ പടന്താലുമൂട്ടിലാണുള്ളത്. ഏറ്റവും കൂടുതൽ ലോട്ടറി കടകളുള്ളത് ഇവിടെയാണ്. കാരണം തമിഴ്നാട്ടിലുള്ളവർ ഏറ്റവും കൂടുതൽ കേരള ലോട്ടറി എടുക്കുന്നത് ഇവിടെ നിന്നാണ്. കേരളത്തിൽ വ്യാപകമായി കേൾക്കുന്ന ഒരു പരാതി കേരള ലോട്ടറിക്ക് സമ്മാനമില്ല എന്നതാണ്. ആ പരാതി ഇവിടെ ഉണ്ടോ? സമ്മാനം കുറവ് തന്നെ. ഇപ്പോൾ ആളുകൾ നിറയെ പേർ ടിക്കറ്റ് എടുക്കുക പറഞ്ഞാൽ എല്ലാവർക്കും ഡെയിലി എടുക്കുന്നവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ കൂടുതൽ നേരമേ ഒരു 2-3 കൊല്ലത്തിന് മുന്നാൽ എല്ലാവർക്കും പ്രൈസ് കിട്ടിച്ചു. ഇപ്പോൾ അത് അങ്ങനെ ഇല്ലേ, പ്രൈസുകൾ കുറവ്. ഇന്ന് കിട്ടില്ല, നാളെ കിട്ടും അങ്ങനെ പറഞ്ഞു ആളുകൾ എടുക്കുന്നതാണ്. ലോട്ടറി നിരോധനമുള്ള തമിഴ്നാട്ടിലെ ജനങ്ങൾ ഭാഗ്യപരീക്ഷണം നടത്തുന്നത് കേരള ഭാഗ്യക്കുറിയിലാണ്. അതിർത്തി പ്രദേശങ്ങളാണ് ലോട്ടറി കച്ചവട കേന്ദ്രങ്ങൾ. അതായത് സമ്മാനമില്ലെന്ന പരാതി ലോട്ടറി എടുക്കുന്ന തമിഴ്നാട്ടുകാർക്കുമുണ്ട്. പിന്നെ നാളെയാണെന്ന പ്രതീക്ഷയിൽ ലോട്ടറി എടുക്കുന്നുവെന്ന് മാത്രം. അതായത് ഓൺലൈൻ ലോട്ടറി മാഫിയയ്ക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ പലരും ഭാഗ്യപരീക്ഷണം ഓൺലൈനിലാകും. ഇപ്പോൾ തന്നെ ലോട്ടറി വരുമാനത്തെ ബാധിക്കുന്നുണ്ട്. ലോട്ടറി ഡയറക്ടറുടെ സമ്മതത്തിൽ എല്ലാമുണ്ട്. പക്ഷെ അതിലും ഏറെ പ്രസക്തമായ കാര്യം എന്നുള്ളത് ഇതിനകത്ത് ജനങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള വലിയൊരു സാധ്യത അതിന് മുകളിൽ നിൽക്കുകയാണ്. വ്യാജ ലോട്ടറി ഓൺലൈനിൽ വിൽക്കുന്നത് ഒരു വ്യവസ്ഥയുമില്ലാതെയാണ്. സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണം വെറും വാക്കിൽ ഒതുങ്ങാതിരുന്നാൽ ഓൺലൈൻ ലോട്ടറി മാഫിയയ്ക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന് മനസ്സിലാക്കാം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.